നമസ്കാരം. ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു. വയനാട്ടിലേക്ക് 25 വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിന്റെ ലൈസൻസ് ഉണ്ടോ, ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എവിടെ കൂടെ പോകുന്നൊരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എന്റെ അടുത്ത് വന്ന് നിന്നു. അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. എനിക്ക് കിട്ടാനുള്ള വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ധനസമാഹരണത്തിന് എറണാകുളം സൗത്തിൽ ഡിവൈഎഫ്ഐ ആരംഭിച്ച ജനകീയ തട്ടുകടയ്ക്കെതിരെ പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർ പത്മജ എസ് മേനോൻ. ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തന്നെ പിന്തുണച്ച വഴിയാത്രക്കാരനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നും പത്മജ ആരോപിച്ചു. എന്നാൽ തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്തിൽ താൽക്കാലിക ജനകീയ തട്ടുകട ആരംഭിച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയ തട്ടുകടയിൽ നിന്ന് ആദ്യ ദിവസം 24,000 രൂപ ഫണ്ടിലേക്ക് ലഭിച്ചിരുന്നു. തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ സംഭാവനയായി നൽകുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐ ഫണ്ടിലേക്കാണ് നൽകുന്നതെന്ന് ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ പറഞ്ഞു. ദുരിതബാധിതരെ സഹായിക്കാനുള്ള പദ്ധതിയെ തകർക്കാനാണ് BJP കൗൺസിലർ ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. അതേസമയം കോർപ്പറേഷൻ വഴിയോര ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡം ഉണ്ടെന്നും കൗൺസിലർ പത്മജ എസ് മേനോൻ പറയുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയോരത്ത് സുരക്ഷിതമില്ലാത്ത രീതിയിൽ ഗ്യാസ് സിലിണ്ടർ വച്ചാണ് പാചകം നടത്തുന്നത്. ലൈസൻസ് ഇല്ലാതെ തട്ടുകട പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കാനാകില്ലെന്നും കൗൺസിലർ പറയുന്നു. ഇത് സംബന്ധിച്ച് BJPയും പ്രക്ഷോഭത്തിനായി രംഗത്ത് വന്നിട്ടുണ്ട്.